വളണ്ടിയേഴ്സ് ഡേ ഫെബ്രുവരി 14 നമുക്ക് അറിയാം, കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അത് സെലിബ്രേറ്റ് ചെയ്യുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരുടെ ഒരു റിക്വസ്റ്റാണ്, ബാംഗ്ലൂരോ കൊച്ചിയോ മറ്റുള്ള ഏത് ഏരിയയിലേക്കും പോയി റൂമൊക്കെ എടുത്ത് അവരുടെ സമ്മതത്തോടു കൂടിയാണ് നിങ്ങൾ ചെയ്യുന്നത്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അവർ നിങ്ങളോട് പിണങ്ങിയിട്ടുണ്ടെങ്കിൽ, അവർ നിങ്ങൾക്കെതിരെ കേസ് ഫയൽ ചെയ്യുന്നുണ്ടെങ്കിൽ BNS 74 പ്രകാരം 5 വർഷം അവരെ കിസ് ചെയ്ത് അല്ലെങ്കിൽ ടച്ച് ചെയ്ത് എന്നൊക്കെ പറയുകയാണെങ്കിൽ BNS സെഷൻ 75 പ്രകാരവും, അതുപോലെ അവർ പറയുകയാണ് എന്നെ 10 വർഷം കഴിഞ്ഞതിന് ശേഷം ഇവരെന്നെ റൂമെടുത്തു, അതുപോലെ പീഡിപ്പിച്ചു എന്നൊക്കെ പറയുന്ന രീതിയിൽ കേസ് ഫയൽ ചെയ്യുക. BNS സെഷൻ 63 പ്രകാരം ഇറ്റ് മേ എസ്റ്റ് 10 years ജീവപര്യന്തം വരെ നിങ്ങൾക്ക് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. അതുകൊണ്ട് സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രകാരം നമുക്കറിയാം, കൺസെൻറ്റോട് കൂടിയാണ് നിങ്ങൾക്ക് തെളിയിക്കപ്പെടാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, കഴിയണം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് അവരുമായിട്ടുള്ള ചാറ്റുകളും കോൾ റെക്കോർഡുകളും, ഹോട്ടലിലൊക്കെ റൂം എടുത്തിട്ടുണ്ടെങ്കിൽ ആ മിനിറ്റ്സ് ബുക്കും അവരുടെ സെക്യൂരിറ്റി ക്യാമറയും അതുപോലെ ഇതൊക്കെ ഈ എവിഡൻസ് ഒക്കെ നിങ്ങളൊന്ന് കൃത്യമായിട്ട് നിങ്ങളൊരു ഗൂഗിൾ ഡ്രൈവിലോ നഷ്ടപ്പെടാതെ, എത്ര വർഷം കഴിഞ്ഞാൽ നഷ്ടപ്പെടാതെ നിങ്ങളുടെ കയ്യിലുണ്ടാവണം. നിങ്ങൾക്ക് ഇങ്ങനെയാണെങ്കിൽ പ്രൂവ് ചെയ്യാൻ പറ്റുക എവിഡൻസ് നിങ്ങൾക്ക് എത്ര വർഷം കഴിഞ്ഞുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഹൈക്കോടതിയിൽ പോയിട്ട് അതെന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ FIR കോഷ് ചെയ്യാതെ FIR റദ്ദാക്കാൻ നിങ്ങൾക്ക് കഴിയും. അതുമാത്രമല്ല, മലീഷ്യസ് പ്രോസിക്യൂഷൻ പ്രകാരം ക്രിമിനൽ ഡിഫാമേഷനും ലക്ഷക്കണക്കിന് കോടികൾ രൂപ നിങ്ങൾ ഇതിനെതിരെ നഷ്ടപരിഹാരം ചോദിക്കാവുന്നതാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ സേവ് ചെയ്ത് വെക്കണം.